ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ ധൃതിപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ പരീക്ഷയ്ക്കല്ലേ. കുറച്ച് കാലം മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത് കോമൻസിലൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അതും എന്താ അവർ ചോദ്യത്തിൽ ഉദ്ദേശിക്കണേന്ന് അറിഞ്ഞാൽ ആ കുട്ടിക്ക് പരീക്ഷ കുറച്ചുകൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി. കുറേ പേരുണ്ടാവില്ലേ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അത് കഴിഞ്ഞ് എന്താ അത് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായി ചിലപ്പോൾ നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആരുടെയും മാർക്ക് പോകണ്ട. ഞാൻ ഇന്ന് ഒരു ചോദ്യപേപ്പർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നന്ദു, ആൾ കുറച്ച് കാലം മുമ്പ് അയച്ചതാ. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ആ പാഠഭാഗത്തോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഇത് മാർച്ച് 2021 നടന്ന SSLC പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണേ. ആദ്യം ടൈം എഴുതിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ 2.5 മണിക്കൂറാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ. ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 20 minutes ഇസ് ഗിവൺ എ സ്കൂൾ ഓഫ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ അവിടെ വന്ന് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുമായിരിക്കും, അല്ലെങ്കിൽ തരില്ലായിരിക്കും. അവിടെ എന്തായാലും ഇരിക്കേണ്ടി വരും. നിങ്ങൾ ഉത്തരം എഴുതാൻ പറ്റില്ല ആ സമയത്ത്. യൂസ് സ്കൂൾ ഓഫ് ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലാൻ യുവർ ആൻസേഴ്സ്. അതന്നെ. അപ്പോൾ ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും, നിങ്ങൾ അതും പിടിച്ചിട്ട് ആ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എക്സാമിന് ഈ സമയമല്ലേ നമ്മുടെ കൂൾ ഓഫ് ടൈം, അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഏതാ ആദ്യം എഴുതാൻ പറ്റും. അപ്പോൾ ചിലപ്പോഴൊക്കെ പണ്ട് ടീച്ചർമാർ പറയായിരുന്നു നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതാന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ല സ്ട്രാറ്റജിയാന്ന് തോന്നുന്നു. ഇനി പുതിയതായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ എഴുതാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അത് നല്ല സ്ട്രാറ്റജി അല്ല എന്നൊക്കെ നിങ്ങൾക്ക് നല്ല വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തോളൂ. പുതിയ ഇതിലത്തെ ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ട് കുറേ കാലമായില്ലേ. അപ്പോൾ ഞാനൊക്കെ എഴുതുമ്പോൾ അങ്ങനെയായിരുന്നു, നന്നായിട്ട് അറിയാവുന്നതൊക്കെ ആദ്യം എഴുതുക. അപ്പോൾ ഒരു ഇംപ്രഷൻ വരുമല്ലോ. പിന്നെ എന്നിട്ട് പ്ലാൻ ചെയ്യുക കേട്ടോ, ആൻസേഴ്സ് ഒക്കെ എങ്ങനെ എഴുതണം, എന്തൊക്കെ പോയിന്റ്സാ. അപ്പോൾ ഒന്നിങ്ങനെ മനസ്സിൽ കൂടെ കാര്യങ്ങളൊക്കെ പോവുക. ചിലപ്പോൾ കിട്ടിയില്ല എന്തെങ്കിലും ഒരു ഉത്തരം, അയ്യോ ആ പോർഷൻ ഞാൻ ശരിക്കും നോക്കാൻ മറന്നുപോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. കൂൾ ഓഫ് ടൈം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല കേട്ടോ. അടുത്തത് അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അവരുടെ നിർദ്ദേശങ്ങളില്ലേ, അത് തന്നിരിക്കുന്നത് അതനുസരിച്ച് അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ കീപ്പ് ഇൻ മൈൻഡ് ദ സ്കോർ ആൻഡ് ദ ടൈം വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു മാർക്ക് എത്രയാണെന്നും പിന്നെ അതിന് എത്ര സമയമൊക്കെ വേണ്ടി വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിന്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റിന് സമയം എടുക്കേണ്ട അത്ര എഴുതണ്ട. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. എന്തായിരിക്കും അവിടെ 1 വേർഡ് ആണെങ്കിൽ 1 വേർഡിൽ എഴുതുക, അങ്ങനെ കേട്ടോ. പിന്നെ മാക്സിമം സ്കോർ ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 45 വിൽ ബി 80. എന്ന് വെച്ചാൽ 1 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 80 മാർക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻസ് 1 to 5. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതിൻ്റെ അർത്ഥം എന്താ? റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക ഒന്ന് വായിക്കുക, ആ പാരഗ്രാഫ് വായിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഫോളോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ എക്സെപ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ആ റീഡ് ദ സാധനം ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് കണ്ട ആ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അല്ല 2 പാരഗ്രാഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അത് എഴുതാം. ക്വസ്റ്റ്യൻസിൽ നോക്കണോ, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. വാട്ട് ഈസ് എ ടൈം റെഫേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ടൈം റെഫേർഡ് ഏത് സമയമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ നന്നായി പഠിക്കണേ. അടുത്തത് ക്വസ്റ്റ്യൻസ് 6 to 9, 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ ബാലെ ഓഫ് ഫാദർ ഗിലിഗൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇത് തന്നെ, അത് വായിക്കുക എന്നിട്ട് ഉത്തരങ്ങൾ എഴുതുക. അപ്പോൾ റീഡിങ് സെക്ഷനാണേ, ആദ്യം ഒന്ന് വായിക്കുക എന്നിട്ട് എഴുതുക. ഈ റീഡിങ് സെക്ഷനിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ ആദ്യം ആ പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് അതിൽ ചോദ്യങ്ങൾ വായിക്കുക. ചോദ്യങ്ങൾ മുഴുവൻ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അധികമൊന്നും മനസ്സിലാവില്ല, പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ ഇത് എന്താണെന്നുള്ളൊരു ഇതില്ലാണ്ട് നമ്മൾ വെറുതെ വായിക്കും, അപ്പം മിക്കവാറും ഉള്ളിലേക്കൊന്നും കയറില്ല. പക്ഷെ നിങ്ങൾ ആദ്യം ചോദ്യം വായിച്ചിട്ട് പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും. അത് ചെയ്തോളൂ കേട്ടോ, നല്ലൊരു കാര്യമാണ്. അടുത്തത് റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ ഒരു പദ്യമാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അത് വായിക്കുക. ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് തീം, ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാവ്യാത്മകതയെക്കുറിച്ചൊക്കെ നമ്മളങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പദ്യം ഒരു കോമൺ ആയിട്ട് എല്ലാ ചോദ്യങ്ങളിലും വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ
കുറച്ച് ഇത് ബൈ ഹാർട്ട് ലൈൻസ് പഠിച്ചു വെക്കണം ഇതിന് മുമ്പേ. ഒരു പദ്യം വന്നാൽ പദ്യം എന്തായാലും നല്ല പദ്യമല്ലേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പോൾ ആ പദ്യത്തിൽ നിങ്ങൾക്ക് കവിയോട് ഇങ്ങനത്തെ ഭാവന വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ നേരത്തെയും കൂട്ടി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയിലത് എഴുതാൻ പറ്റും. തുടക്കത്തിലൊരു 2-3 സെൻറ്റൻസ് പഠിക്കുക. പിന്നെ ഈ പദ്യം വായിച്ചിട്ട് അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും എഴുതണം കേട്ടോ. വെറുതെ പുറത്തുനിന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് എഴുതരുത്. പദ്യം വായിച്ചിട്ട് അവരെന്താ എഴുതിയേക്കണേ, ഇപ്പോൾ ചിലപ്പോൾ നല്ലൊരു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചത് ഇഷ്ടപ്പെട്ടു, കാരണം അത് ഈ കഥയായിട്ട് അല്ലെങ്കിൽ പദ്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അത് മനോഹരമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കുക. അതൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കണു. അടുത്തത് ചോദ്യം 11. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം. ഇത് തന്നെ. ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോർ. ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത സംഭവം തന്നെ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് 2 പദ്യങ്ങൾക്ക് പറ്റിയ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. 2 പദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. 2നും ഒരേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ വിചാരിക്കില്ലേ ഫുൾ ഉടായിപ്പാണെന്ന്. അടുത്തത് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇതും എളുപ്പമാണ്. ഇതിലും ഞാൻ പറയണത് ആദ്യം ചോദ്യങ്ങൾ വായിക്കുക, അതിനുശേഷം നിങ്ങൾ ആ പാസേജ് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയാണെന്ന് നമ്മൾ മനസ്സിൽ അറിയാണ്ട് തപ്പും നമ്മൾ പാസേജിൽ. ഇല്ലെങ്കിൽ നമ്മൾ പാസേജ് ആദ്യം വായിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ വായിക്കും, എന്നിട്ടൊരു അയ്യോ ഇതൊക്കെ എവിടെയാണെന്നുള്ള ടെൻഷൻ അടിക്കും, എന്നിട്ട് വീണ്ടും നമ്മൾ പാസേജ് വായിക്കും. എന്തായാലും 2 തവണ പാസേജ് വായിക്കേണ്ടി വരും. പക്ഷേ ചോദ്യങ്ങൾ വായിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ദ ഫൈറ്റ് ബിറ്റ്വീൻ അടുത്തത് ആൻസർ ഇൻ അബൌട്ട് 120 വേർഡ്സ്. അപ്പോൾ 120 വേർഡ്സിൽ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര സെൻറ്റൻസുകളിലാണ് ഈ 120 വേർഡ് എന്നൊക്കെ നോക്കുക. നിങ്ങൾക്ക് അറിയണ്ടാവില്ല നിങ്ങളൊരു സെൻറ്റൻസ് ഒക്കെ എഴുതുമ്പോഴേ. അപ്രോക്സിമേറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴും എണ്ണി നോക്കിയിട്ട് എഴുതണ്ട. കുറച്ചൊക്കെ എഴുതുക ഭംഗിയിൽ, പിന്നെ നോക്കുക എത്രയാണെന്നൊക്കെ. അതായിരിക്കും നല്ലത്. ടൈം മാനേജ് ചെയ്യണ്ടേ. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ് ഇൻ ദ സ്റ്റോറി Adventures in a Banyan Tree is an exciting one. Narrate the fight scene in your own words. നറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുക. നമ്മളിപ്പോൾ ഒരു സിനിമ ഉണ്ടാവുമെന്ന് പറയില്ലേ, ആ സിനിമയിൽ ഇങ്ങനെയായിരുന്നു, ആ നായിക ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ പറയില്ലേ. അതേ സംഭവം തന്നെ നമ്മൾ കഥ വായിച്ചിട്ട് നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഒരു സമ്മറി പോലെ എഴുതുക, അത്രേ ഉള്ളൂ. അതിൽ തന്നെ ഹിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിൻസ് എന്തായാലും ശ്രദ്ധിച്ച് അതൊക്കെ നോക്കണം കേട്ടോ. ഹിൻസൊക്കെ കൊടുക്കണതേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ആണല്ലോ അവരോട് എഴുതി വെച്ചേക്കണേ. അടുത്തത് ഇതുമാതിരി തന്നെയാണ് ബാക്കി 22ാമത്തെ ചോദ്യം വരെ ഇതേ സംഭവങ്ങളാണ്. നെറേറ്റ് ചെയ്യലാണ്. എന്നാൽ ഹിൻഡ് നോക്കിയിട്ട് നെറേറ്റ് ചെയ്യുക. അടുത്തത് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിങ് ദ ഹിൻസ് ഗിവൻ. അപ്പോൾ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരാളെക്കുറിച്ചുള്ള ഒരു കാര്യമല്ലേ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് പ്രൊഫൈലല്ല, ഒരാളെ കുറിച്ചുള്ള ഒരു എഴുത്ത്, അതാണ് പ്രൊഫൈൽ. അപ്പോൾ അതിന് ചിലപ്പോൾ അങ്ങനത്തെ ഫോർമാറ്റൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് പ്രൊഫൈൽ വേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുന്ന കാര്യമായിരിക്കില്ലേ. ഞാനൊന്നും പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിത് ആധികാരികമായി ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ അത് തന്നെ നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക, എഴുതുക എന്നൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ പോയിന്റ്സ്, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നല്ല ഭംഗിയുള്ള സെൻറ്റൻസുകളായിട്ട് ആദ്യം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ എഴുതി പറഞ്ഞെഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ റൈറ്റിംഗ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ലെറ്റർ റൈറ്റിംഗ് ഫോമാറ്റ് അതൊക്കെ ഓരോരോ സാധനത്തിൽ ഓരോ മാർക്ക് ഉണ്ടാവും കേട്ടോ. അവിടെ ഡിയർ സർ അങ്ങനെയൊക്കെ ഫോമൽ അതൊക്കെ നോക്കിയിട്ട് അവിടെ എന്താ എഴുതേണ്ടത്, ഡേറ്റ് ഇടണോ, സബ്ജക്റ്റ് ഇടണോ, ഏതൊക്കെ എവിടെ വരണം, ലെഫ്റ്റും റൈറ്റും മാറിപ്പോകേണ്ടത്, അവസാനം താങ്കിങ്ങോ യോ റെസ്പെക്ട്ഫുള്ളിയോ കോമ ഇടാൻ പാടില്ലേ, ഇതൊക്കെ നോക്കിയിട്ട് ഒപ്പിടാൻ പാടില്ലേ, എവിടെയാണ് ഒപ്പിടേണ്ടത്, ഇതൊക്കെ നോക്കിയിട്ട് എഴുതണേ. ഇതൊക്കെ കുറേ മാർക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ന്യൂസ് റിപ്പോർട്ട്, അതൊക്കെ ഒരു ഫോമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഈ ന്യൂസ് റിപ്പോർട്ട്, പ്രൊഫൈല്, ലെറ്റർ റൈറ്റിംഗ്, പിന്നെ എന്തായിരുന്നു ക്യാരക്ടർ സ്കെച്ച്, അതും എങ്ങനെയാ, ഇതൊക്കെ ചെയ്യണത് എങ്ങനെയാണെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ച് വെക്കാത്ത എന്തെങ്കിലുമാണ് വന്നതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് അത് എഴുതുക കേട്ടോ. പിന്നെന്താണ് റൈറ്റപ്പ്, പ്രിപ്പയർ റൈറ്റപ്പ്, ഇതൊക്കെ പറഞ്ഞാൽ എഴുതുക തന്നെയാണ്, പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പിന്നെ അടുത്തത് 28 മുതൽ 36 വരെ 60 വേർഡ്സിൽ എഴുതാനാണ് പറയണത്. പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ. അപ്പോൾ കോൺവെർസേഷൻ എഴുതുക എങ്ങനെയാ, പ്രത്യേക ഒരു രീതി ഉണ്ട് അല്ലേ, അതിലൊരു ഫോർമാറ്റ് ഉണ്ട്, അതും പഠിച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് അത്ര വലിയ പാടില്ലല്ലോ, അങ്ങനെ അങ്ങ് അവരവരും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി വയ്ക്കുക. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചാണ്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതരുത്. അതാണല്ലോ കോൺവെർസേഷൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് നോട്ടീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊഫൈല്, നോട്ടീസ്, പിന്നെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്
ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് റിപ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. അതൊരു ഡയറി എൻട്രിയാണ് അടുത്തത്, അതും പഠിച്ചു വെക്കണം. കുറേ ഉണ്ടല്ലോ നിങ്ങൾക്ക് എക്സാമിന്. പിന്നെ ഒരു പാരഗ്രാഫ്, അതും ഒക്കെ എഴുത്ത് തന്നെയാണ്. കോൺവെർസേഷൻ എഴുതാണ്ട് പിന്നെയും. അപ്പോൾ കോൺവെർസേഷൻ പറഞ്ഞ ഓർമ്മയില്ലേ, റിപ്പോർട്ടഡ് സ്പീച്ചിലല്ലല്ലോ കോൺവെർസേഷൻ വരിക. ഈ 30 days ഇംഗ്ലീഷ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചലഞ്ച് തുടങ്ങിയില്ലേ, അതിൽ ഫുൾ കോൺവെർസേഷൻസാണ്. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ. പിന്നെ ഒരു ഡയറി എൻട്രി, ഇതും നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു തന്നെ. പിന്നെ പാരഗ്രാഫ്, പിന്നെ നിങ്ങൾ പ്രിപ്പയർ എ സെറ്റ് ഓഫ് 5 questions യു വുഡ് ലൈക്ക് ടു ആസ്ക് ഹിം. അപ്പോൾ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അയാളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിങ്ങനെ 5 1 2 3 നമ്പർ ഇട്ടിട്ട് 5 എണ്ണം എഴുതി വെക്കാം. ഇതൊക്കെ ഈ പാഠഭാഗം അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞുതരാൻ പറ്റില്ലേ. അടുത്തത്, ദ ടേബിൾ ഗിവൻ ബിലോ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് എ ഫ്യൂ നോബൽ പ്രൈസ് വിന്നേഴ്സ്. സ്റ്റഡി ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ആദ്യം ഇതും ഒരു ടേബിൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചോദ്യങ്ങൾ വായിക്കുക, അത് കഴിഞ്ഞ ശേഷം ടേബിളിൽ പോയിട്ട് നോക്കുക കേട്ടോ. ടേബിൾ അല്ലാതെ വെറുതെ നോക്കിയിട്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പോകില്ല. പിന്നെന്തായിരുന്നു, ഒരു കോൺവെർസേഷൻ തന്നെ ഉണ്ട്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സ്യൂട്ടബിളി. കണ്ടോ, അതൊരു കോൺവെർസേഷൻ എഴുതിയേക്കണ ഫോർമാറ്റൊക്കെ. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് നേരത്തെ കോൺവെർസേഷൻ അറിയില്ലെങ്കിൽ കണ്ടോ, ഇവിടെ നോക്കിയിട്ട് കുറച്ച് എഴുതാൻ പറ്റും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന്. അതാണ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ എക്സാം പേപ്പർ മുഴുവൻ നോക്കണം എന്ന് പറഞ്ഞില്ലേ. പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചോദ്യ പേപ്പറിൽ ഉള്ളിൽ തന്നെ ചില ഉത്തരങ്ങൾ കിടന്ന് കളിക്കുന്നുണ്ടാവും വേറെ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഫുള്ളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ വേറെ സൈഡിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉത്തരമായിട്ട് തന്നെ ചോദ്യത്തിൽ. അപ്പോൾ ഇത് നിങ്ങളുടെ ആ 30 day ചലഞ്ച് ഉണ്ട്, അതിൽ ആദ്യത്തെ ഒരു 5-6 ചലഞ്ച്, ആദ്യത്തെ ഡേയ്സിൽ ചലഞ്ച് വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ കുറച്ചുകൂടെ ഒരു ലെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഈ എക്സാം പേപ്പർ കാണുമ്പോൾ ഈ ലെവലിനൊക്കെ പറ്റിയ കോൺവെർസേഷൻസ് അതൊക്കെ ഒന്ന് നോക്കി പോയിക്കോളൂ കേട്ടോ. ഞാൻ വെറുതെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ശരിക്കും നല്ലതാണ്, അതുകൊണ്ട് പറയണം. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഫ്രേസസ്. അത് മനസ്സിലായോ? ആ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാക്കുകളില്ലേ, പുട്ട് അപ്പ് വിത്ത്, ഗോ ഓൺ, ടേൺ ഡൗൺ, ഇങ്ങനത്തെ ഫ്രേസസ് ഞാൻ ഫ്രേസസിന് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രേസസിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാവും. ടു പുട്ട് അപ്പ് വിത്ത് സംതിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപ്പോൾ നമ്മൾക്ക് ആ ഫ്രേസ് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, പുട്ട് അപ്പ്, മുകളിലേക്ക് പൊക്കാന്നായിരിക്കും വിചാരിക്കും. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടു പുട്ട് അപ്പ് വിത്ത് സംതിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം സഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ടു പുട്ട് അപ്പ് വിത്ത് സംതിങ് എന്ന് പറയുക. അതുപോലെ ടേൺ ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക് തിരിയാന്നല്ല, നിരസിക്കുക എന്നാണ് അർത്ഥം. അതുമാതിരി ടേൺ അപ്പ്, ടേൺ ഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്, നിരസിക്കുക. എന്നാൽ ടേൺ അപ്പ് എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ല കേട്ടോ. ഓൾ ദ മിസ്സിംഗ് ഡോക്യുമെന്റ്സ് ഹാഡ് ടേൺ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു, ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുക, ബി ഫൗണ്ട്, അതാണ് ടേൺ അപ്പിന്റെ ഒരു മീനിങ്. പിന്നെ ഒരു അർത്ഥം വരുന്ന ആൾക്കാരൊക്കെ മുഖം കാണിക്കുക അല്ലെങ്കിൽ അവർ വരിക, അങ്ങനെ അർത്ഥമുണ്ട്. ദ ഗെസ് ടേൺഡ് അപ്പ് ലേറ്റ്, അവർ ലേറ്റ് ആയിട്ടാണ് വന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്. ഇങ്ങനത്തെ കുറേ ഫ്രേസൽ വേർബ്സ് ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രേസൽ വേർബ്സ് കുറച്ച് ടഫായിരിക്കും തീരെ അങ്ങോട്ട് പരിചയമില്ലെങ്കിലേ, പക്ഷെ ഒറ്റ തവണ നമ്മൾ ഒരു എക്സാമ്പിൾ കേട്ടാലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ അത് പേടിക്കണ്ട കേട്ടോ, അത്യാവശ്യം മാർക്കും ഉണ്ടല്ലോ അല്ലേ സാധനത്തിന്. പിന്നെ എന്താ അടുത്ത് പറയണത്, ദർ ആർ ഫ്യൂ എറേഴ്സ് ഇൻ ദ പാസേജ് ഗിവൻ ബിലോ, underlined, edit them. In the case of very famous stars, this job is done over their stand-ins. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ തെറ്റുകളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രപ്പോസിഷൻ തെറ്റുകളുണ്ട്, നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു. പിന്നെ ഫിസിക്കൽ, അത് തെറ്റാണ്. ദ സ്റ്റാർ ദംസെൽവ്സ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധാരണ തെറ്റുകളാണ്. നിങ്ങൾക്ക് കുറച്ച് വായനാശീലം എളുപ്പം മനസ്സിലാവും. പക്ഷെ പാസ്സാവാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആ റൈറ്റിങ്ങിൽ പിടിക്കാം കേട്ടോ. കോപ്പി അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കാനല്ല പറയണത്. ആ റൈറ്റിംഗ് സെക്ഷനിൽ നമുക്ക് ഒരു നോട്ടീസ്, ഒരു ലെറ്റർ, ഒരു കോൺവെർസേഷൻ, ഒരു പാരഗ്രാഫ് എഴുതുക, നറേഷൻ, സമ്മറി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളില്ലേ, ആ സാധനങ്ങൾ കുറച്ച് ഫോർമാറ്റുകൾ ഏത് സാധനത്തിനും ഉപയോഗിക്കാൻ പറ്റിയത് കുറച്ച് ഉണ്ടാക്കി വെച്ച് അത് ബൈ ഹാർട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനും അത് ഉപയോഗിക്കാം, സംസാരിക്കുമ്പോഴും ഉപയോഗിക്കാം. അപ്പം അങ്ങനത്തെ കുറച്ച് നിങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. ടീച്ചറോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് സാമ്പിൾ സാധനങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പരീക്ഷയൊക്കെ എല്ലാവരും നന്നായി എഴുതും കേട്ടോ. നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ബിഗിനേഴ്സ് ചലഞ്ച് ഒരു 13 വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു വെക്കുക. പിന്നെ കോൺവെർസേഷൻസ് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ആ വീഡിയോസ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടോളൂ. നിങ്ങൾക്ക് ആഡൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, പരീക്ഷ അല്ലേ. പിന്നെ സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞ ശേഷം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ആദ്യം പഠിച്ചോളൂ. പിന്നെ കോൺവെർസേഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫ്രേസസ് ഒന്ന് നോക്കിക്കോളൂ, കുറേ ഫ്രേസസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് വീഡിയോസായിട്ട്, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് എക്സാം എഴുതുക. ഒരു കാര്യമുള്ളത്, നമ്മൾ എത്ര പഠിച്ച് പോയാലും പഠിക്കാണ്ട് പോയാലും എക്സാം ഹാളിലില്ലേ, അവിടെയുള്ള മനസാന്നിധ്യമാണ് ഒരു എക്സാമിന് നമ്മൾ തിളങ്ങണോ അല്ലെങ്കിൽ ഒന്ന് കിട്ടാണ്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരു അക്ഷരം പഠിച്ചില്ലെങ്കിലും ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങളോട് പറയാം,
ഇത് ഞാൻ പൊളിക്കും. എനിക്ക് അറിയാവുന്ന മാക്സിമം വെച്ചിട്ട് 1ാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിൽ പോയിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 4 സിനിമ ഞാൻ കണ്ടിട്ടില്ലേ, അതൊന്നൊക്കെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും വെച്ച് എനിക്ക് അറിയാവുന്ന വെച്ചാൽ ഞാൻ ഈ എക്സാം പാസ്സായിരിക്കും, നല്ല മാർക്ക് എനിക്ക് കിട്ടിയിരിക്കും. ഈ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടായ കാലം മുതൽ അവരിലൊക്കെ ഇതൊന്ന് ബെസ്റ്റ് ഓഫ് ബെസ്റ്റിനെ ചൂസ് ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആരും ഒട്ടും കുറവുള്ള ആൾക്കാരല്ല. അറിയില്ല എന്നോ ഓർമ്മയില്ല എന്നോ ബുദ്ധിയില്ല എന്നൊക്കെ നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായ സ്ഥലത്തിരുന്ന് പഠിക്കുക. എക്സാം എഴുതുമ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർക്കണ്ട. കാരണം നമുക്കൊക്കെ നല്ല കഴിവുണ്ട്. ഇല്ലാണ്ട് നമ്മൾ ഈ 2022 ഭൂമിയിൽ നിൽക്കില്ല. നമുക്ക് കഴിവുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ജീൻസിനെ ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു കുറവോ പോരായ്മയോ കഴിവോ ഇല്ലാത്ത ആൾക്കാരല്ല. നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം വെച്ചിട്ട് നന്നായിട്ട് എഴുതുക. അറിയാവുന്ന വെച്ച് എഴുതുക. ഒരു ചോദ്യം പോലും അയ്യോ ഇതെനിക്ക് പറ്റില്ല ആ ആറ്റിറ്റ്യൂഡിൽ എഴുതേ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.